യൂറോ കപ്പ് സെമിയിൽ നെതർലൻഡ്സിനെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് മുന്നേറിയത്. നെതർലൻഡ്സ് 7-ാം മിനിറ്റിൽ തന്നെ മുന്നിട്ട് നിന്ന കളിയുടെ വഴിത്തിരിവ് 18-ാം മിനിറ്റിൽ റഫറിയുടെ തീരുമാനമായിരുന്നു. ഇംഗ്ലണ്ടിന് അനുകൂലമായി റഫറി വിധിച്ച പെനാൽറ്റി കളിയുടെ വിധിയും ഗതിയും മാറ്റി. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ പെനാൽറ്റിക്ക് കൃത്യമായി വലയിലാക്കി ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചു. ഒടുവിൽ 90-ാം മിനിറ്റിൽ വാറ്റ്കിൻസ് നേടിയ ഗോളിലൂടെ ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിലേക്കും കടന്നു. എന്നാൽ ഇംഗ്ലണ്ടിന് ആദ്യ ഗോൾ നേടിക്കൊടുത്ത പെനാൽറ്റിയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ബോക്സിനകത്ത് നടത്തിയ കൃത്യമായ ഫൗളാണ് അതെന്നൊരു വിഭാഗം പറയുമ്പോൾ അതൊരു പെനാൽറ്റി വിധിക്കാനുള്ളത്ര വലിയ ഫൗളായിരുന്നില്ലെന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ബോക്സിനുള്ളിൽ ഹാരി കെയ്ൻ്റെ ഷോട്ട് ഡച്ച് ഡിഫൻഡർ ഡംഫ്രീസ് കാലുകൊണ്ട് തടയാൻ ശ്രമിച്ചു. എന്നാൽ ഹാരി കെയ്ൻ്റെ കാലിലാണ് ഡംഫ്രീസിൻ്റെ കാൽ കൊണ്ടത്. റഫറി വാർ പരിശോധനയ്ക്കൊടുവിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. അതൊരിക്കലും ഒരു പെനാൽറ്റിയല്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇംഗ്ലണ്ടിൻ്റെ തന്നെ വിഖ്യാത താരങ്ങൾ. ഇംഗ്ലണ്ട് ഇതിഹാസം അലൻ ഷീറർ ഇത്തരമൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അതൊരിക്കലും എൻ്റെ കാഴ്ചപ്പാടിൽ പെനാൽറ്റിയല്ല. ഞാൻ ഡച്ച് ഫാനായിരുന്നെങ്കിൽ ആ പെനാൽറ്റി വിളിക്കെതിരെ തീർച്ചയായും രോഷാകുലനാകുമായിരുന്നു. ഡംഫ്രീസ് യഥാർത്ഥത്തിൽ പന്ത് തടയാനാണ് ശ്രമിച്ചത്. എന്നാൽ ഹാരി കെയ്ൻ മുന്നേറിയത് കൊണ്ട് മാത്രമാണ് ഡംഫ്രീസിൻ്റെ കാലുമായി മുട്ടിയത്. റഫറി ആദ്യം പെനാൽറ്റി വിളിച്ചിരുന്നില്ല. എന്നാൽ വാർ പരിശോധനയിലൂടെ കാട്ടിയത് മണ്ടത്തരമാണെന്നും അലൻ ഷീറർ പറഞ്ഞു. ഗാരി നെവിലും അലൻ ഷീററും സമാന അഭിപ്രായക്കാരനാണ്. ഇംഗ്ലണ്ടിന് പെനാൽറ്റി നൽകിയത് നിരാശപ്പെടുത്തിയ തീരുമാനമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഡിഫൻഡർ എന്ന നിലയിൽ ആ പെനാൽറ്റി എന്നെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയതാണ്. ഡംഫ്രീസ് സാധാരണഗതിയിൽ പന്ത് തടയാൻ മാത്രമാണ് ശ്രമിച്ചത്. അതെനിക്കൊരു പെനാൽറ്റിയായി തോന്നിയില്ല. അത് പെനാൽറ്റിയുടെ അടുത്ത് പോലുമല്ല. ഏറെ ഇംഗ്ലണ്ട് താരങ്ങൾ പെനാൽറ്റിക്കായി വാദിച്ചിരുന്നില്ലെന്നും നെവിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.